ഇതാ നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും നിമിത്തം അവന് ദൈവത്തിന്റെ കൃപയുടെ സ്പർശനം അനുഭവിക്കാൻ സാധിക്കാതെ പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം ഹെബ്രായ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ദൈവത്തിന്റെ കൃപ നമ്മൾ വിളിക്കുമ്പോൾ തന്നിഷ്ടപ്രകാരം എനിക്ക് നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ അനുവാദമുണ്ടോ? ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ: നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും അനുസരണമില്ലായ്മയ്ക്കും നിയമലംഘനത്തിനുമുള്ള ശിക്ഷ അവർ അനുഭവിക്കുകയും ചെയ്തെങ്കിൽ ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? ആരംഭത്തിൽ കർത്താവ് തന്നെയാണ് അത് പ്രഖ്യാപിച്ചത്. അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ നമുക്കത് സ്ഥിരീകരിച്ചു തന്നു. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ശക്തമായ പല വിധത്തിലുള്ള പ്രവൃത്തികൾ എന്നിവ കൊണ്ട് തൻ്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു. വീണ്ടും ഹെബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 25-ാം തിരുലിഖിതത്തിൽ ഇത് ഒരു ശക്തമായ താക്കീത് നമുക്കായി നൽകപ്പെട്ടിരിക്കുകയാണ്. വചനം പഠിപ്പിക്കുകയാണ്: സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ്. ആരാണ് സ്വർഗത്തിൽ സംസാരിച്ചത്? രക്ഷകനായ യേശു ക്രിസ്തു. വീണ്ടും അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ സ്ത്രീകന്മാരിലൂടെ പരിശുദ്ധാത്മാവ് നേരിട്ട് സംസാരിച്ചു. ഇന്ന് സുവിശേഷ പ്രഘോഷകരിലൂടെ, തിരുസഭയിലൂടെ ഇന്ന് സ്വർഗം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എനിക്ക് നിങ്ങൾക്കും ഇന്ന് സുവിശേഷ പ്രഘോഷകരെ കുറിച്ചുള്ള ചിന്ത എന്താ? ഹോസിയ പ്രവചനത്തിൽ 9-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം: നിന്റെ വലിയ അപരാധവും വിദ്വേഷവും നിമിത്തം പ്രവാചകൻ നിങ്ങൾക്ക് വിഡ്ഢിയായി, ആത്മാവിനാൽ പ്രചോദിതനായവൻ ഭ്രാന്തനായി. എൻ്റെ ദൈവത്തിന്റെ ജനമായ എഫ്രായിമിന്റെ കാവൽക്കാരനാണ് പ്രവാചകൻ. എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. നിസ്സാരവൽക്കരണം, നിർമ്മതത്വം, ലൗകിക മോഹങ്ങളുടെ അതിപ്രസരം ഇവ നിമിത്തം ഇന്ന് നമ്മുടെ ഉള്ളിൽ കടന്ന് നമ്മുടെ ആത്മാവ് ഞെരുങ്ങുകയാണ്. മാൻപേട നീർത്തോടിനു വേണ്ടി ദാഹിക്കുന്നത് പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ കടന്ന ആത്മാവ് ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് ദാഹിക്കുകയാണ്. എന്നാൽ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ജഡത്തിലും കുടികൊള്ളുന്ന ലോകമോഹങ്ങൾ, നിർമ്മതത്വം, ഇതെല്ലാം നിമിത്തം അത് ഞെരുങ്ങുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തുകയാണ്. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, സ്വർഗത്തിൽ നിന്നും ഇടിമിന്നൽ പോലെ ദൈവശക്തി ദാസന്മാരുടെ മേൽ, ഈ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. കാലങ്ങളായി ഇവരുടെ ആത്മീയ ജീവിതം ഞെരുക്കി ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോക അരൂപിയെയും അതിൻ്റെ ആധിപത്യങ്ങളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ അഭിഷേകം നിറയട്ടെ, കൃപയുടെ അഭിഷേകം നിറയട്ടെ. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ദൈവകൃപയുടെ ഉന്നതമായ അഭിഷേകം, ഒരു ഉണർവ്, സ്പർശനം ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. നിർമ്മതത്വം, ലൗകിക മോഹങ്ങൾ, ഇവയുടെ എല്ലാ അതിപ്രസരങ്ങളെയും കർത്താവിനെ നാം ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്വർഗം തുറന്ന് നാഥനെഴുന്നള്ളും ഈ നിമിഷം പുണ്യ നിമിഷം. സ്വർഗം തുറന്ന്
നാഥനെഴുന്നള്ളും ഈ നിമിഷം പുണ്യ നിമിഷം ജീവനായെഴുന്നള്ളും നാഥനെ ഏകാമങ്ങേക്കാരാധന ജീവനായെഴുന്നള്ളും നാഥനെ ഏകാമങ്ങേക്കാരാധന ആരാധന ആരാധന വിണ്ണിലെ രാജകുമാര ആരാധന ആരാധന വിണ്ണിലെ രാജകുമാര 119 സങ്കീർത്തനത്തിലെ 26 തിരുലിഖിതം. ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. 2 കരങ്ങളും ദിവ്യരക്ഷിതാവായ യേശുവിലേക്ക് ഉയർത്തി എല്ലാവരും ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ദുഃഖങ്ങളും മനസ്സിൽ തളം കെട്ടിക്കിടുന്ന എല്ലാ നൊമ്പരങ്ങളും ദൈവസന്നിധിയിലേക്ക് അർപ്പിച്ച് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, നാളുകളായുള്ള എല്ലാ വേദനകളിലേക്ക് തകർച്ചകളിലേക്ക് ഇറങ്ങി വരണമേ. ആർക്കും ഇടപെടാൻ പറ്റാത്ത വിധമുള്ള സങ്കീർണ പ്രശ്നങ്ങളിലേക്ക് അത്ഭുതകരമായി ഇടപെടണമേ കർത്താവേ. തടസ്സപ്പെടുന്ന ഓരോ തടസ്സങ്ങളും യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ ഇപ്പോൾ കെട്ടുകളഴിഞ്ഞ് വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. തലമുറകളായുള്ള ബന്ധനങ്ങൾ യേശുനാമത്തിൽ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, പഠനത്തിനുള്ള തടസ്സങ്ങൾ, കുട്ടികളുടെ സ്വഭാവത്തിനുള്ള തടസ്സങ്ങൾ യേശുനാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കുടുംബങ്ങളിൽ ഇപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിണ്ണിലെ രാജകുമാര ആരാധന ആരാധന വിണ്ണിലെ രാജകുമാര. എൻ്റെ വീട് കരികുന്നത്ത് തൊടുപുഴ അടുത്താണ്. എൻ്റെ കൊച്ചിൻ്റെ കാലിൻ്റെ അടിയിൽ മുഴുവൻ ചൊറി പോലെ ഉണ്ടായി, വിണ്ട് കീറി കാൽപാദത്തിന്റെ അടിഭാഗം മുഴുവൻ വിണ്ട് കീറി വ്രണം പിടിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒത്തിരി സ്ഥലത്ത് പോയി മരുന്ന് വാങ്ങിച്ചു, കുറയാതെ വന്നു. പിന്നെ ഞങ്ങൾ ഓർത്ത് ഇവിടേക്ക് വരാം എന്നോർത്ത്. അപ്പോൾ ഫെബ്രുവരി 27 എന്നോട് കൊച്ചിനെ മരുന്നിന് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഇവിടെ വന്നിട്ട് ഇനി മരുന്നിന് പോകണുള്ളൂ എന്ന് പറഞ്ഞു. കൊച്ചും പറഞ്ഞു, ഞാൻ പോകണില്ല അച്ചാച്ച മരുന്നിന്, ഇവിടെ വന്നിട്ട് ഇനി ഞാൻ മരുന്നിന് പോകണുള്ളൂ. നല്ലൊരു കൃപയുള്ള കൊച്ചാണ്. കൊച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നു. അപ്പോൾ മരുന്ന് വാങ്ങിച്ച് കഴിയുമ്പോൾ കൊച്ചിന് അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് മുക്കി വെക്കണം. അത് കഴിഞ്ഞ് ഒരു ഓയിൽമെൻറ്റ് പറ്റണം. അപ്പോൾ കാലിൻ്റെ മുകളിൽ മുഴുവൻ കറുത്ത് പാട് പോലെ വന്നിരുന്നു. കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ എണ്ണ കൊണ്ടുവന്ന് വെഞ്ചിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അത് പരട്ടി കഴിഞ്ഞപ്പോൾ കാലിൻ്റെ പാടും പോയി, കാലിൻ്റെ അടിയിലെല്ലാം സുഖമായി. ഇപ്പം ശരിക്കും പുതിയ തൊലി പോലെ നല്ല ക്ലിയർ, സാധാരണ കുട്ടികളുടെ പോലെ നല്ല ഒരു സ്കിൻ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. പിന്നെ സോപ്പ് ഉപയോഗിക്കാൻ പാണ്ടായിരുന്നില്ല. ഏത് സോപ്പ് ഉപയോഗിച്ചാലും മേല് മുഴുവൻ തടിച്ച് തണർത്ത് അങ്ങനെ ആയിരുന്നു. ഇപ്പം ഇവിടെ വന്ന് ഈ ധ്യാനം കൂടിയ പിന്നെ എല്ലാ സോപ്പ് ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കൊച്ചിന് എല്ലാ സൗഖ്യമായി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്കി ആ കാലുകൾ ഇപ്പം നിങ്ങൾ നോക്കി അറിയാം. സാധാരണ ഒരു കൊച്ചിന് കാല് പോലെ പുതിയ മാർദ്ദവമുള്ള പുതിയ സ്കിൻ കൊടുത്ത് കർത്താവോട് അനുഗ്രഹിച്ച് ഒരു പാട് പോലും ഇല്ല. ശരിക്കും പ്രൈസ് ദി ലോർഡ്. കറുത്ത് പൊറ്റം പിടിച്ചൊരു പ്രത്യേക അവസ്ഥയിൽ കട്ട കെട്ടിയിരുന്ന കാലുകൾ ഇപ്പം നോക്കുക, ഒരു പാടോ വ്രണമോ ഇല്ലാത്ത വിധം, ഒരു പോറൽ പോലും ഇല്ലാത്ത വിധം കർത്താവ് പുതിയ കാല് നൽകി അങ്ങനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിനെ ആരാധിക്കാം. അത്ഭുതങ്ങൾ ചെയ്യുന്ന അടയാളങ്ങൾ നൽകുന്ന എന്റെ മകത്വം ദൈവത്തിന്
അത്ഭുതങ്ങൾ ചെയ്യുന്ന അടയാളങ്ങൾ നൽകുന്ന എന്നേശുനാഥൻ